ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിലെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന ഫീച്ചറിനെ കുറിച്ചാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നുള്ള ഫീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ഒരു ബാക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കും വേറെ ആൾക്ക് വേണമെങ്കിലും നമ്മുടെ വാട്സപ്പിൻ്റെ ആ ബാക്കപ്പ് തുറന്ന് നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ പുതിയൊരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ചാറ്റ് രണ്ടാൾക്ക്, അതായത് നമ്മളും അതുപോലെ തന്നെ ആ ചാറ്റ് ചെയ്യുന്ന ആളും, അതല്ലാതെ വേറെ ആൾക്കും ഈ വാട്സപ്പ് ചാറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പണ്ടത്തെക്കാട്ടും കുറച്ചൊന്ന് സെക്യൂരിറ്റി കൂടിയ ഫീച്ചറാണ് ഈ വാട്സപ്പിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഫീച്ചർ. അടുത്തതായി നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ സെറ്റിംഗ്സിലൊന്ന് കയറുക. വാട്സപ്പിൻ്റെ സെറ്റിംഗ്സിൽ ആ പ്രൊഫൈലിൻ്റെ ആ ഒരു സെറ്റിംഗ്സിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാൻ സാധിക്കും വാട്സപ്പ് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ, ചാറ്റ്സ്. അപ്പോൾ ഈ ചാറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് അവിടെ ചാറ്റ് ബാക്കപ്പ് കാണാൻ സാധിക്കും. ഈ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള കാണാൻ സാധിക്കും. അത് ഓഫിൽ അവിടെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടിയിലായിട്ട് ടേൺ ഓൺ എന്നുള്ള പച്ച ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണം പറയും. അതായത് ഒരെണ്ണം നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വേറെ ആൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന പാസ്വേഡ് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അടിയിൽ വാണിംഗ് പറയുന്നത് ഇതാണ്: നിങ്ങൾ ഒരു പാസ്വേഡ് ഇടുമ്പോൾ നിങ്ങൾ ഫോർഗറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ കട്ടിയുള്ള പാസ്വേഡ് ഒന്നും ഇടരുതെന്ന് ചെറിയ വാക്കിൽ സിമ്പിളായിട്ട് പറയാം. അതുകൊണ്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റണ പാസ്വേഡ് തന്നെ എപ്പോഴും ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റീകവർ ചെയ്യേണ്ടി വരും ഫോണൊക്കെ. അതിന് പകരം നമുക്കിവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന് അടിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരു ആൽഫബറ്റും, അതായത് ABCDEFG അങ്ങനത്തെ ഒരു ആൽഫബറ്റും പിന്നെ 5 നമ്പറും അല്ലെങ്കിൽ 6 നമ്പറായാലും കുഴപ്പമില്ല. അപ്പോൾ 5 നമ്പറാണ് സ്യൂട്ടബിൾ. പിന്നെ ആ ഒരു പാസ്വേഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഒന്നുകൂടി റീടൈപ്പ് ചെയ്യാൻ ഇതുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ കാണാൻ സാധിക്കും എൻക്രിപ്ഷൻ പ്രോസസ് വിൽ കംപ്ലീറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ഈ ഫോൺ ബാക്കിലേക്ക് എടുത്ത് വെച്ചാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഫോണിൽ. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ അടിയിൽ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇനേബിളിംഗ് ഉണ്ടെന്ന് റൗണ്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നുണ്ടാവുക. സെലക്ട് ഗൂഗിൾ അക്കൗണ്ട് ടു കണ്ടിന്യൂ എന്നുള്ളത് ഓക്കെ കൊടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് ശേഷം നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് ഓൺ എന്നാവും ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഓഫ് എന്നാണ്, ഇപ്പോൾ ഇത് ഓൺ എന്ന് കിടക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത്.